അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. എൻ്റെ യേശുവേ, ജീവനേ സ്നേഹമേ, അങ്ങേ മാർവിൽ ചാരും ഞാൻ. ജീവനേ സ്നേഹമേ, അങ്ങേ മാർവിൽ ചാരും ഞാൻ. ആരാധന ഈശോയെ, ആരാധന 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 ആരാധന. സ്വരത്തിൽ പാടാം. ആരാധന 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 ആരാധന. സമർപ്പണത്തിന്റെ സമയമാണ് ഈശോയെ. നിന്റെ മക്കള് ഇതാ അനേകം നിയോഗങ്ങൾ നിന്റെ മുമ്പിൽ സമർപ്പിക്കുക ദൈവമേ. ഒത്തിരി കാഴ്ച വസ്തുക്കൾ നിന്റെ മുമ്പിൽ സമർപ്പിക്കുക. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. യേശുവേ, സ്വീകരിക്കുക ദൈവമേ, സ്വീകരിക്കുക കർത്താവേ. ദൈവേഷ്ടമല്ലായിരുന്നു അറിഞ്ഞിടുവിൻ. സമ്പാദ്യമാണെന്നു കരുതിയ നേട്ടമെല്ലാം രണ്ട് കരങ്ങളും ഉയർത്തി നീട്ടിപ്പിടിച്ചോ. ഭാഗ്യമേകില്ല എന്നോർത്തു മനം തുറക്കൂ. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ നിയോഗ സമർപ്പണം നടത്തിയിരിക്കുന്ന ഈ കുടുംബങ്ങളെ അങ്ങ് വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. എന്തൊക്കെ പ്രാർത്ഥനകളാണോ അവർ പേപ്പറിൽ കുറിച്ചിരിക്കുന്നത്, ദൈവമേ, അവരുടെ ഹൃദയമാണ്, അവരുടെ നൊമ്പരമാണ്, അവരുടെ പ്രാർത്ഥനയാണ്. അങ്ങയുടെ സന്നിധിയിലല്ലാതെ മറ്റെവിടെയാണ് അവരത് സമർപ്പിക്കേണ്ടത്? ഈശോയെ, എല്ലാം അറിയുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളുന്ന പുണ്യതമ്പുരാനെ, ഈ കുടുംബങ്ങളെ അങ്ങ് വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. അവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്ക് അങ്ങ് മറുപടി നൽകണമേ. അവരുടെ യാചനകൾ അങ്ങ് സ്വീകരിക്കണമേ. ഈ കുടുംബങ്ങളെ അങ്ങയുടെ തിരുക്കരത്താൽ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ എല്ലാവിധമായ നന്മകളും കൃപകളും കൊണ്ട് നിറയ്ക്കണമേ. എന്തൊക്കെ കാര്യത്തിനു വേണ്ടി അവർ നിയോഗം സമർപ്പിക്കുന്നുവോ അതൊക്കെ സാധ്യതമാകുവാൻ ഈശോയെ അങ്ങയുടെ വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്നുള്ള പരിപൂർണമായ വിശ്വാസത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗങ്ങൾ അങ്ങ് കേട്ട് ഞങ്ങൾക്ക് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, കൈകൾ കൂപ്പിപ്പിടിച്ച് ഈ സമയം ബഹുമാനപ്പെട്ട വൈദികൻ തൻ്റെ പൗരോഹിത്യ അധികാരത്തില് നമ്മിലോ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ കൃഷിയിടങ്ങളിലോ നമ്മുടെ വീട്ടിലോ എന്തെങ്കിലും പൈശാചിക ശക്തികൾ ഉണ്ടെങ്കിൽ അത് പൗരോഹിത്യ അധികാരത്തിൽ ആട്ടിപ്പായിക്കാൻ പോണ സമയമാണ്. അതിനു മുമ്പ് എന്തെങ്കിലും ഇനി പാപം കിടപ്പുണ്ടെങ്കിൽ ഒന്ന് മാപ്പ് ചോദിക്കുക. പാപം പിശാചിന്റെ ആ തടസ്സങ്ങൾ മാറണമെങ്കിൽ എന്തെങ്കിലും ഇനി തിന്മയുണ്ടോ കുമ്പസാരിക്കാത്തത്, അതിനെക്കുറിച്ച് മാപ്പ് ചോദിക്കാം. ആരോടെങ്കിലും വെറുപ്പുണ്ടോ, നിന്റെ അയൽപക്കക്കാരോ കുടുംബക്കാരോ ആര് തന്നെ ആയിക്കോട്ടെ, ഏത് മതസ്ഥരായിക്കോട്ടെ, ആരോടും വെറുപ്പ് പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക. ഈശോട്
ക്ഷമിക്കത്. ഇനി ഏതെങ്കിലും വൈദികരോട് വെറുപ്പുണ്ടോ? മാപ്പ് ചോദിക്കും മനസ്സുകൊണ്ട്. മാപ്പ് കൊടുക്ക്. നിങ്ങൾ ശിരസ് നമിച്ച് കൈകൂപ്പി പിടിച്ചോ. ബഹുമാനപ്പെട്ട വൈദികൻ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. പൈശാചിക ശക്തികൾ ഇപ്പൊ അലമുറയിട്ട് ഓടിപ്പോകുന്ന സമയമാണ് കേട്ടോ. വിശ്വസിച്ചോ. ദൈവമായ കർത്താവേ, അങ്ങ് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ പരിശുദ്ധ സഭയോട് ചേർന്ന്, മാർപ്പാപ്പയോട് ചേർന്ന്, സകല പിതാക്കന്മാരോടും ചേർന്ന് അങ്ങയിൽ പൂർണ്ണമാകുന്ന പൗരോഹിത്യത്തിന്റെ എല്ലാവിധമായ അധികാരത്താലും ശക്തിയാലും, തിരുവചനത്തിന്റെ ശക്തിയാലും, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാലും, അങ്ങയുടെ തിരുശരീര രക്തങ്ങളുടെ ശക്തിയാലും എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്ന് ഈ കുടുംബങ്ങളെയും വ്യക്തികളെയും പരിപൂർണമായി മോചിക്കുമാറാകണമേ. എല്ലാവിധമായ പൈശാചികമായ പ്രേരണകളെയും പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും ഇവരിൽ നിന്ന് അകറ്റി ശാന്തമായ ജീവിതവും സന്തോഷപൂർണമായ ഒരു ജീവിതവും ഈ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും നൽകി അനുഗ്രഹിക്കണമേ. പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ പിശാചിനെയും അവന്റെ സകലവിധമായ പ്രവർത്തനങ്ങളെയും ഇവരിൽ നിന്ന് നിരോധിക്കുകയും പരിപൂർണമായി ഇവരെ വിമോചിപ്പിക്കുകയും ചെയ്യുന്നു. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ഇവരെല്ലാം പൈശാചികമായ പ്രേരണകളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന് ഇതിനാൽ മോചിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നെറ്റിയില് കുരിശ് വരച്ച്, നെറ്റിയില് കുരിശടയാളം വരയ്ക്ക്. എന്നിട്ട് കൈയടിച്ച് സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അന്ധകാര ശക്തികൾ ഇതാ ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു. യേശു നാമത്തില് താങ്ങിയെന്നെ തിരുരക്തത്താ കഴുകണമേ. തിരുക്കരത്താ താങ്ങിയെന്നെ തിരുരക്തത്താ കഴുകണമേ. പെരുമഴ പോ പെയ്യട്ടെ, പെരുമഴ പോ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. കണ്ണടച്ച് ശക്തിയോടെ തിരുക്കരത്താ സാത്താന്റെ തിന്മകൾ മാറട്ടെ. തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോ പെയ്യട്ടെ, പെരുമഴ പോ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. നമ്മള് കുടുംബങ്ങൾ ഒന്ന് വട്ടമിട്ട് നിന്ന്, കുടുംബം റൗണ്ടായിട്ട് നിൽക്ക്, വട്ടമിട്ട് നിൽക്ക് കുടുംബങ്ങൾ കേട്ടോ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാട്ടോ മക്കളെ. പൈശാചിക ശക്തികൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വിട്ടഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി അമ്മയും മോളും മക്കളൊക്കെ ആണെങ്കിൽ മുഖത്തോട് പോകാൻ തിരിഞ്ഞേക്കാം, മുഖത്തോട് പോകാൻ തിരിഞ്ഞേക്കാം. ഒറ്റയ്ക്ക് വന്ന സ്ത്രീകൾ രണ്ടുപേരായിട്ട് നിൽക്കാം. അമ്മയും മക്കളാണെങ്കിൽ ഒരുമിച്ച് നിൽക്കാം. ഭാര്യയും ഭർത്താവും വന്നിട്ടുണ്ടെങ്കിൽ അവര് മുഖത്തോട് പോകാൻ തിരിഞ്ഞേക്കാം. മീൻസ് കുടുംബം ഒരുമിച്ച് നിൽക്കാം. പ്രിയമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ ലഭിക്കുന്ന ഒരു ശുശ്രൂഷയിലൂടെ നാം കടന്നു പോകാട്ടോ. നിങ്ങൾ പരസ്പരം കൈകൾ കോർത്ത് പിടിച്ച്, പരസ്പരം കൈകൾ കോർത്ത് പിടിക്കാം. എല്ലാവരും കണ്ണടയ്ക്കാം, എല്ലാവരും കണ്ണടയ്ക്കാം, എല്ലാവരും കണ്ണടയ്ക്കാം. ശബ്ദമുണ്ടാക്കരുത്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാം. കുഞ്ഞുങ്ങൾ ബഹളമാണെങ്കിൽ വാതിക്ക പോയി നിൽക്കാം. പരിപൂർണ നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾ എല്ലാവരും കണ്ണടയ്ക്കാം. വട്ടമിട്ട് നിൽക്കാൻ പറഞ്ഞു. പ്രിയ മക്കളെ, ഈ സമയം നമ്മൾ ഓരോരുത്തരും നമ്മുടെ അപ്പനെ മനസ്സിൽ ഓർക്കുക, നമ്മുടെ അച്ഛനെ ഓർക്കുക മനസ്സിൽ. മരിച്ചുപോയോ, ജീവിച്ചിരിപ്പുണ്ടോ, നിന്റെ ഒപ്പമുണ്ടോ, നിനക്ക് വേണ്ടി ചോര നീരാക്കിയ നിന്റെ പപ്പ. ഇവിടെയുള്ള ഭാര്യമാർ അവരുടെ പപ്പേനെ കാണുക. പാവായിരുന്നു, ജീവിതകാലം മുഴുവൻ വേദനിച്ച് ജീവിച്ചു. യേശുവേ, കുറെ കഷ്ടപ്പെട്ടു, എന്നെ നല്ല ഇഷ്ടമായിരുന്നു, ഇത്ര പെട്ടെന്ന് മരിച്ചു പോകുന്ന ഞാൻ വിചാരിച്ചില്ല.
ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് ദൈവമേ എൻ്റെ അപ്പന്. നിന്റെ പപ്പ മരിച്ചു പോയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഒന്ന് മനസ്സിൽ കാണ്. നിന്റെ അപ്പൻ നിന്നോട് പറയാ, എൻ്റെ മോൻ എനിക്ക് ജീവനായിരുന്നടാ, എൻ്റെ മോളെ ഇഷ്ടമായിരുന്നു പപ്പയ്ക്ക്, അച്ഛനെ സ്നേഹിക്കാൻ അറിയില്ലടാ, അച്ഛൻ മുറിവേറ്റ് ജീവിച്ചു, അച്ഛനെ മാപ്പ് തരുമോ? കള്ളു കുടിച്ച് വന്ന് ബഹളം വെച്ചോ വീട്ടില്? കുഞ്ഞുനാളില് പ്രശ്നം ഉണ്ടാക്കിയോ കുടുംബത്ത്? എൻ്റെ മോള് ക്ഷമിക്കടി, എൻ്റെ മോൻ മാപ്പ് താടി. നീ വേദനിപ്പിച്ചിട്ടുണ്ടോ പപ്പേനെ? ഓർത്തു നോക്കിയ കുട്ടിക്കാലം അവർക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നോ? നിന്റെ അപ്പനും അമ്മയും നിന്നെ കുറിച്ച് കരഞ്ഞിട്ടുണ്ടോ? അപ്പനെ മനസ്സിൽ കണ്ട് അപ്പ എന്നോട് ക്ഷമിക്കൂ പപ്പ, കരച്ചിൽ വരുന്നെങ്കിൽ കരഞ്ഞോട്ടാ, ആത്മാവ് ക്ഷമിക്കട്ടെ. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കരയാൻ തോന്നെങ്കിൽ പൊട്ടിക്കരഞ്ഞോ. എന്നെ വളർത്തിയ എൻ താതനെ ഞാൻ ദ്രോഹിച്ചു. കണ്ണീര് തുടയ്ക്കണ്ട, ഈശോ കാണട്ടെ. ഞാൻ വേദനിപ്പിച്ചു യേശുവേ, സ്നേഹിച്ചു ഞാൻ വേദനിപ്പിച്ചു. എന്നെ വളർത്തിയ എൻ താതനെ ഞാൻ ദ്രോഹിച്ചു പോ. ക്ഷമിക്കോ പപ്പ? അപ്പാ ക്ഷമിക്കണമേ, ഞാനറിയാതെ ചെയ്തതാണ്. എന്നോട് ക്ഷമിക്കോ അച്ഛാ? അപ്പാ ക്ഷമിക്കണമേ, പൊട്ടിക്കരഞ്ഞ മാപ്പ് ചോദിക്ക. ഞാനറിയാതെ ചെയ്തതാണ്. അമ്മേനെ കണ്ട മനസ്സില് അമ്മേനെ ഓർത്ത് പാവല്ല അമ്മ, എന്തോരം കഷ്ടപ്പെട്ട നിനക്ക് വേണ്ടി മമ്മി. ഇത്ര പെട്ടെന്ന് മരിക്കുന്ന വിചാരിച്ചില്ലല്ലോ. അമ്മയ്ക്ക് നിന്നെ ജീവനടാ, അമ്മയ്ക്ക് മോളെ ഇഷ്ടായിരുന്നു, അമ്മ നിങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ചത്. മമ്മിക്ക് മാപ്പ് താടാ, എന്റെ പൊന്നു മാപ്പ് താ അമ്മയ്ക്ക്. അന്ന് ഭാഗം വെച്ചപ്പോ നീ എന്തിനാ എന്നോട് വിഷമിച്ച് നടക്കണേ? മരിച്ചു പോയെങ്കിലും മനസ്സിന് വിഷമം മാറിയില്ലേ? അമ്മയ്ക്ക് മാപ്പ് കൊടുക്ക്. എന്നിട്ട് നീ അമ്മേനെ മനസ്സിൽ കണ്ട, അമ്മ വേദനിപ്പിച്ചിട്ടുണ്ട് മമ്മിയെ, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, ശപിക്കല്ല അമ്മ, ശപിക്കല്ല മമ്മിയ, എന്നോട് ക്ഷമിക്കമ്മ, മാപ്പ് ചോദിച്ച്. ലാളിച്ചു ലാളിച്ചു പാലൂട്ടി വളർത്തിയ എന്തോര കഷ്ടപ്പെട്ട യേശുവേ, എന്നമ്മയെ ദ്രോഹിച്ചു. ആരും അറിയാതെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്ക്. ലാളിച്ചു ലാളിച്ചു വേദനിച്ചു പാവം, പാലൂട്ടി വളർത്തിയ എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല യേശുവേ, എന്നമ്മയെ ദ്രോഹിച്ചു. മരിച്ചു പോയെങ്കിലും മാപ്പ് ചോദിക്ക്. അമ്മേ ക്ഷമിക്കണമേ, ഞാനറിയാതെ ചെയ്തതാണ്. ക്ഷമിക്കും അമ്മയ, അമ്മേ ക്ഷമിക്കണമേ, ഞാനറിയാതെ ചെയ്തതാണ്. മക്കള് വന്നിട്ടുള്ള ഒരു അപ്പന്റെ അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തിയ, മക്കള് വന്നിട്ടുള്ള ഒരു അപ്പന്റെ അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തിയ, കുഞ്ഞുങ്ങളെ മുട്ടുകുത്തിച്ച്, മുതിർന്ന പിള്ളേരായാലും മുട്ടുകുത്തിട്ടോ, വലിയ അനുഗ്രഹത്തിന്റെ സമയ. മക്കളെ അപ്പന്റെ അമ്മയുടെയും ആ കാൽക്കല് കമഴ്ന്ന് കിടന്ന്, അപ്പന്റെ അമ്മയുടെ കാൽക്കല് കമഴ്ന്ന് കിടന്ന് ആ കാല് കെട്ടിപ്പിടിച്ച്, എൻ്റെ അമ്മയ്ക്ക് ദീർഘായുസ് കൊടുക്ക്, എൻ്റെ പപ്പയ്ക്ക് ദീർഘായുസ് കൊടുക്ക്, അവര് കുറെ കഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് വേണ്ടി യേശുവേ, ഇനി ഞങ്ങൾ തറുതല പറയില്ല, എൻ്റെ അപ്പനും അമ്മേനൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, പപ്പ എന്നോട് ക്ഷമിച്ചോളോട്ടോ, അമ്മ എനിക്ക് മാപ്പ് തന്നോളോ. ആ കാൽക്കൽ കമഴ്ന്ന് കിടക്കും നിങ്ങള്, നെറ്റി ആ പാദത്തിൽ തൊടുവിക്ക്, എന്നിട്ടൊന്ന് പൊട്ടിക്കറിയും മക്കള്, ആ കണ്ണീര് വീഴട്ടെ. പാവല്ല നിന്റെ പപ്പ, പാവല്ല നിന്റെ അമ്മ, എന്തോരടാ അധ്വാനിച്ച് നിനക്ക് വേണ്ടിയാ ജീവിക്കുന്നവര്. എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് മാപ്പ് പൊറുക്കേണമേ, കരയി അവിടെ കിടന്ന്. ഞാനറിയാതെ ചെയ്തതെല്ലാം. മക്കൾ അടുത്തില്ലെങ്കിൽ അവരെ മനസ്സിൽ കാണ്.
എന്നോട് പൊറുക്കേണമേ, ഞാനറിയാതെ ചെയ്തതെല്ലാം. മക്കളെ എഴുന്നേൽപ്പിച്ച് നിങ്ങൾ എഴുന്നേൽപ്പിച്ച് നിർത്തിയ അവരുടെ തലയിൽ കൈവയ്ക്ക്. ഓരോ കൈ രണ്ട് മക്കളുടെ തലയിൽ വേണം. തലയിൽ കൈവയ്ക്ക്. അപ്പനും അമ്മയും തലയിൽ കൈവയ്ക്ക്. മക്കളുടെ കണ്ണടക്കി. മക്കളെ കൊണ്ടുവരാത്തവര്, മക്കൾ ഇവിടെ സ്ഥലത്തില്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കണ്ട് കൈ ഇങ്ങനെ കമത്തി പിടിക്കുക. നിങ്ങളുടെ മക്കളെ മനസ്സിൽ കാണുക. കെട്ടിച്ചയച്ചോ എവിടെയാണോ മക്കളെ മനസ്സിൽ കാണുക. എന്നിട്ട് നിങ്ങൾ വല്ല ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടോ? മക്കളെ നേരാവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? പള്ളു പറഞ്ഞിട്ടുണ്ടോ? ശപിച്ച നിങ്ങൾ മക്കളെ അതൊക്കെ പിൻവലിക്ക്. നീ കള്ളു കുടിച്ച് വന്ന് ബഹളം വെച്ചില്ല നിന്റെ മോനോട്, അതൊക്കെ പിൻവലിക്ക്, മാപ്പ് ചോദിക്ക്. എന്നിട്ട് ആ തലയിൽ കൈവച്ച് ഈശോയുടെ മുമ്പിൽ വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളെ, മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ മോൻ നന്നായി വാടാ, എൻ്റെ മോള് നന്നായി വാടി, അപ്പനും അമ്മയും നിന്നെ അനുഗ്രഹിക്കുക. കരഞ്ഞനുഗ്രഹിക്കുക. എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ജീവിക്കണ, ഇവരെ ഞാൻ അനുഗ്രഹിക്കും. എന്റെ മക്കളെ ഒരിക്കലും പള്ളി ഉപേക്ഷിക്കരുത്. സഭ വിട്ടു പോകരുത്. പട്ടക്കാരെ ബഹുമാനിച്ചോളോ. ഇവർക്കു ഞാൻ നന്മ നേരും. എന്റെ മക്കള് പാപത്തിൽ പോകരുത്. യേശുവേ കരഞ്ഞനുഗ്രഹിക്കുക. അപ്പനമ്മയെ കരഞ്ഞനുഗ്രഹിക്കുക. മക്കളെ കെട്ടിപ്പിടിച്ചു നിന്ന്, മക്കളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു നിന്ന് അപ്പനമ്മയും മക്കളെ പപ്പയുടെയും അമ്മയുടെയും ആ ഷോൾഡറിൽ മുഖം വെച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തുക. മക്കളെ മുട്ടുകുത്തി നിൽക്കുന്ന മക്കളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയ എല്ലാവരും കണ്ണടക്കി. മക്കളെ കെട്ടിപ്പിടിച്ച് നിർത്തിയ മക്കള് മമ്മിയുടെയും പപ്പയുടെയും നെഞ്ചിൽ ചാരി കിടന്ന്, ആ മാറിൽ ചാരി കിടന്ന് കരഞ്ഞു. എൻ്റെ പൊന്നു മക്കള്, എൻ്റെ മോളെ ഇഷ്ടടാ മമ്മിക്ക്, എൻ്റെ മോനെ ഇഷ്ട. അന്ന് പപ്പ അടിച്ചത്, വഴക്ക് പറഞ്ഞത് എൻ്റെ മോൻ നന്നാവാനടാ. മാറി മാറി കെട്ടിപ്പിടിക്ക്. സ്നേഹം നിറയട്ടെ. കരയണ്ട. കരയരുത്, തളരരുത്. ഇനി പപ്പ കള്ളു കുടിച്ച് വരില്ലാത്ത കുട്ടാ. ഓമനിക്കാൻ ഞാനിൽ, ഇനി വേദനിപ്പിക്കില്ല മക്കളെ. പാടിയുറക്കാൻ ഞാനിൽ, കൂടെ നടക്കാൻ ഞാനിൽ. മമ്മിയുടെ സ്നേഹം നിറയട്ടെ യേശുവേ. പപ്പയുടെ സ്നേഹം നിറയട്ടെ യേശുവേ. ഓമനിക്കാൻ ഞാനിൽ, പാടിയുറക്കാൻ ഞാനിൽ, കൂടെ നടക്കാൻ ഞാനിൽ. കഷ്ടപ്പാട് മാറട്ടെ. മക്കൾക്ക് പഠിക്കാൻ കൃപ നിറയട്ടെ. കുഞ്ഞേ മുത്തേ നീ എന്റെ മക്കള് നന്നായി വാടാ. അനുഗ്രഹിക്കുക. കരയരുത്, തളരരുത്. മക്കൾക്ക് ഉമ്മ കൊടുത്ത്, മക്കൾക്ക് ഉമ്മ കൊടുക്കുക. മക്കളപ്പൻ്റെ അമ്മയുടെ കണ്ണീരൊക്കെ തുടച്ചു കൊടുത്ത മക്കള് പപ്പയ്ക്കും മമ്മിക്കൊക്കെ ഉമ്മ കൊടുക്കുക. എന്നിട്ട് മക്കളിരിക്കുക. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വന്നവര് മുഖത്തോട് മുഖം തിരിഞ്ഞേക്കുക. മക്കളിരിക്കുക. മക്കളിങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വന്നവര് മുഖത്തോട് മുഖം തിരിഞ്ഞേക്കുക. പരസ്പരം കൈകൾ കോർത്ത് പിടിച്ച്, ഇത് കളിത്തമാശ ഒന്നും അല്ലാട്ടോ മക്കളെ. ഇനി ഭർത്താവ് വന്നിട്ടില്ലേ, ഭാര്യ വന്നിട്ടില്ലേ, അവരെ മനസ്സിൽ ഓർക്കുക. കണ്ണടയ്ക്കുക. ഒറ്റയ്ക്ക് വന്നവര്, ഒരുമിച്ച് വന്നവര് പരസ്പരം കൈകൾ കോർത്ത് പിടിക്കുക. ദൈവം നിനക്ക് തന്ന സമ്മാനമാണ് നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്. നീ വേദനിപ്പിച്ചിട്ടുണ്ടോ? പരസ്പരം വിധേയത്വമില്ലാതെ സംസാരിച്ചോ? സങ്കടപ്പെടുത്തിയോ? നിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ നീ മനസ്സിൽ കൊണ്ടു നടന്നോ? നിന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനെ നീ മനസ്സിൽ കൊണ്ടു നടന്നോ? അവിശ്വസ്തത കാണിച്ചോ? വഞ്ചിച്ചോ? മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കുക. നീ അടിച്ചോ? നീ സംശയിച്ചോ? മദ്യപിച്ച് വന്ന് ബഹളം വെച്ചോ? നിന്റെ ഭർത്താവിനോട് നീ വിധേയത്വം കാണിച്ചില്ലേ? ദൈവമേ, ഈ ദമ്പതികളെ നീ സ്നേഹം കൊണ്ട് നിറയ്ക്കുക. നീയല്ല ഇവരെ ഒന്നിപ്പിച്ചത്. ദൈവഭക്തിയിൽ ജീവിക്കട്ടെ കർത്താവ്. ഇവര് മക്കൾക്ക് നല്ല ദാനങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ. കുടുംബ പ്രാർത്ഥനയുടെ അഭിഷേകം നിറയട്ടെ. പൗരോഹിത്യത്തെ ബഹുമാനിക്കട്ടെ ഇവർ യേശുവേ.
കർത്താവേ, ഇവരെ കുടുംബത്തിൽ വലിയ അനുഗ്രഹമുള്ളവരായിട്ട് മാറട്ടെ. ഇവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെ എന്തെങ്കിലുമൊക്കെ വേദനിപ്പിച്ച ഭർത്താവ്, ഭാര്യ, നിങ്ങള് അതൊക്കെ മാപ്പ് കൊടുത്ത് സാരില്ല, ഇന്ന് തൊട്ടൊരു പുതിയ ജീവിതം ആരംഭിക്കട്ടെ. കർത്താവേ, ഇവർക്ക് നീ സമ്പത്ത് കൊടുക്കണം. ഇവരുടെ ആവശ്യങ്ങൾ നീ നടത്തി കൊടുക്കണം. ഇനിയും കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് നീ കുഞ്ഞുങ്ങളെ കൊടുക്കണം. ദൈവകൃപയിൽ വളരട്ടെ. ഇവരുടെ വീടുകളിൽ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈശോയെ, ഇവർ ഒരുമിച്ച് പള്ളിയിൽ വരട്ടെ. വിശുദ്ധ കുർബാനയോട് ഇഷ്ടം തോന്നട്ടെ. പരസ്പരം മാപ്പ് ചോദിക്കുന്നു. നിങ്ങള് എന്നോട് പൊറുക്കേണമേ, ഞാനറിയാതെ ചെയ്തതെല്ലാം. നിങ്ങളുടെ ദാരിദ്ര്യം മാറട്ടെ വീടുകളില്. എന്നോട് പൊറുക്കേണമേ, ഞാനറിയാതെ ചെയ്തതെല്ലാം. ഈശോയുടെ മക്കളിലേക്ക് തിരിഞ്ഞു നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളുടെ വലതുകരം നമ്മുടെ ശിരസിൽ വെച്ചോ, കണ്ണടച്ചോ. ബഹുമാനപ്പെട്ട വികാരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളെ, കണ്ണടച്ചോ. നിങ്ങളുടെ എല്ലാ രോഗങ്ങളും ഈശോയ്ക്ക് കൊടുക്കുക. നിങ്ങൾ വിശുദ്ധരാകട്ടെ, സഭയെ സ്നേഹിക്കട്ടെ, വൈദികരെ സ്നേഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ വികാരിച്ചനോട് ചേർന്ന്, സഭയോട് ചേർന്ന്, പിതാക്കന്മാരോട് ചേർന്ന്, വൈദിക സമൂഹത്തോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോട് ചേർന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ മക്കൾക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. ദൈവമേ, ജോലിയില്ലാത്തവർക്ക് കർത്താവ് ജോലി കൊടുക്കട്ടെ. ഈ സമയം കർത്താവ് ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ഇവരെ കൃഷിയെ അനുഗ്രഹിക്കട്ടെ. ഇവരുടെ ആടുമാടുകൾ അനുഗ്രഹിക്കട്ടെ. യേശുവേ, ഇവരുടെ കണ്ണീര് മാറട്ടെ. യേശുവേ, ആരാധന, 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 ആരാധന. വൈദികൻ പ്രാർത്ഥിച്ച ഉടനെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പിശാച് അലമുറയിട്ട് ഓടിപ്പോയിട്ടുണ്ടെന്ന് സന്ദേശം തരുന്നു. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ദൈവമേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്തിയ രക്തത്താൽ കഴുകണമേ. അച്ഛൻ ഈ സമയം അന്നത വെള്ളം തെളിക്കുന്ന നേരാ. പ്രാർത്ഥിച്ചു എല്ലാവരും. ചിന്തിയ രക്തത്താൽ കഴുകണമേ. എന്റെ മേൽ ഒരു തുള്ളി തെളിക്ക് തിരുരക്തം. യേശുവേ, ഈശോയേ, കഴുകണമേ. ശരീരത്തിലെ മുഴ മാറട്ടെ. കഴുകണമേ. ഒരു ഹാർട്ട് രോഗിയെ ഈശോ തൊടുന്നു. ഈശോയേ, എന്നെ കഴുകണമേ. വീട് പുതുക്കി പണിയാൻ കൃപ കൊടുക്കുന്ന 2 പേർക്ക് കഴുകണമേ. വിവാഹ തടസ്സം മാറുന്നു. ചിന്തിയ രക്തത്താൽ കഴുകണമേ. യേശുവേ, യേശുവേ, ഈശോയേ, കഴുകണമേ. പൂർണ്ണമായ കഴുകണമേ. ആസ്തമയുടെ അസുഖം മാറട്ടെ. യേശു നാമത്തില്. ഈശോയേ, കഴുകണമേ. പൈൽസിന്റെ അസുഖം മാറട്ടെ. യേശു നാമത്തില്. കഴുകണമേ. ഈശോയേ, എന്നെ കഴുകണമേ. പൂർണ്ണമായി കഴുകണമേ. വലതുകരം ഉയർത്തിപ്പിടിച്ച്. മക്കളെ, ഈ രാജ്യത്ത് അനേകം മറ്റ് മതസ്ഥര് കടകളിലും വീടുകളിലും ഒക്കെ ഇരുന്ന് വചനം കേൾക്കുന്നുണ്ടായിരുന്നു. അവരുടെ കുടുംബത്തിലെ ദുരിതങ്ങൾ മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. മക്കളെ, അവരുടെ കുടുംബത്തിൽ ഈശോ കടന്നു വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ മാറണം. കട നടത്തുന്നവരുടെ കടബാധ്യതകൾ മാറണം. വലിയ അനുഗ്രഹം നിറയട്ടെ അവരുടെ കുടുംബങ്ങളില്. വലിയ മതസൗഹാർദ്ദത്തിന്റെ നാടാണിത്. കർത്താവേ, അനേകം ആളുകള് പല ജാതി മതസ്ഥരായ ദൈവമക്കളിരുന്ന് വചനം ശ്രവിച്ചു 3 ദിവസം. അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മലങ്കര കത്തോലിക്ക സഭയില് ഈ പള്ളിയിലിരുന്ന് മറ്റ് ജാതി മതസ്ഥരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവര് നന്നായി വരട്ടെ. അവരുടെ ആവശ്യങ്ങൾ ഈശോ ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ദൈവമേ, നന്ദി. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കും.
പൂർണ്ണ മനസ്സോടും കണ്ണ് തുറന്ന് ഈശോയെ നോക്ക്. പാവം ഈശോ പൂർണ്ണ ഹൃദയമോടും അപ്പമായി ചെറുതായവൻ പൂർണ്ണാത്മാവോടും ശരീരം കോരി തരിക്കട്ടെ. ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കും. അപ്പച്ചാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ അനുഗ്രഹിക്കുന്ന ഈശോ അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അങ്ങേക്ക് ആരാധന.